ഗിരീഷ് ഏടി എന്ന പുതുമുഖ സംവിധായകൻ ചെയ്ത പടം ഇന്നലെ റിലീസ് ചെയ്ത് അയാം കാതലൻ പോയി കണ്ടു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സിമ്പിളൻ പടം, വളരെ ചെറിയൊരു പ്ലോട്ടിൽ വലുതാക്കിയെടുത്ത ഒരു സിമ്പിളൻ പടം. അതായത് പടത്തിന്റെ ഓവർ ലെങ്ത് നമ്മൾ 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇന്റർവെൽ അടക്കം 2 മണിക്കൂറില്ല. അത്രക്കും ചെറിയ ഒരു മൂവി, വളരെ ചെറിയൊരു പ്ലോട്ട്. ഒരു ടെക്കി ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഒരുപാട് ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്. ആ പുള്ളിക്കാരന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് ഇൻസിഡൻസ്, പുള്ളിക്കാരന്റെ പ്രേമത്തിന്റെ കുറച്ച് പൊളിയലുകളും അതിനകത്തുള്ള വഞ്ചനകളും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫീലിങ്ങുകളും, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്നുള്ള ഈ പ്രശ്നങ്ങൾ അയാൾ പ്രൊഫഷണലിലേക്ക് എങ്ങനെ എഫക്ട് ചെയ്യും, അത് വേറൊരുത്തന്റെ ലൈഫിലേക്ക് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്പീഡിലാണ് പടം പോകുന്നത്. പറഞ്ഞല്ലോ 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പടം ഇന്റർവെൽ ആവുന്നവർ വളരെ സ്പീഡിലും പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും നല്ല സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെയാണ് ഉള്ളത്. സോങ് ജസ്റ്റ് ഒന്ന് മൂളിപ്പോകുന്ന ഒരു സോങ് മാത്രമേ ഉള്ളൂ. പടത്തിനെ കുറിച്ച് ഓവറോൾ പെർഫോമൻസ് പറയുകയാണെങ്കിൽ പടത്തിൽ നമ്മളുടെ നസ്രൻ ഗഫൂറിനാണ് മെയിൻ ക്യാരക്ടറായിട്ടുള്ള വിഷ്ണുവിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരായിട്ട് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി, അത് അത്ര മികച്ചതായി തോന്നിയില്ല. ആ ഒരു കാസ്റ്റ് മാത്രമാണ് ഈ പടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നായികയായിട്ട് എടുത്ത ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ, ആ ഒരു കാസ്റ്റിംഗ് വളരെ മോശം കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ വില്ലൻ റോളിൽ ചെയ്തിട്ടുള്ള ദിനേഷ് പോത്തൻ നല്ല അഭിനയമാണ്, നല്ല മാനറിസ് ആണ്, നല്ല മാസ് ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്യാരക്ടറായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിന്നെ ഓരോരോ ചെയ്തികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും. പിന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ ഭാഗം ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കുറെ എൻഗേജിങ് എലമെന്റ്സുകൾ, ത്രില്ലിങ് എലമെന്റ്സുകൾ ഒക്കെ പടത്തിനകത്ത് വാരി വെതറി വെച്ചിട്ടുണ്ട്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തിയേറ്റർ വാച്ച് മൂവി ഒന്നുമല്ല. നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്, ഫ്രീ ടൈമുണ്ട്. നെസ്ലന്റെ ഒരു കടുത്ത ആരാധനാണെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയി കാണാമെന്നല്ലാതെ ഈ പടം ഒരു തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു അടിപൊളി പടമൊന്നുമല്ല. ജസ്റ്റ് ഒരു 1 ടൈം വാച്ചബിൾ മൂവി മാത്രമാണ് അയാം കാതലൻ. ബേസിക്കലി ഈ പടത്തിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കിങ്ങിനോട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സൈബർ ഹാക്കിങ്, ഈ ഹാക്കിങ് ബാങ്കിങ് ഫെസിലിറ്റീസിനായിട്ട് എത്രമാത്രം അഫക്ട് ചെയ്യും, അത് എത്രമാത്രം അവരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു രസകരമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള എന്നാൽ നല്ല രീതിയിലുള്ള എൻഡിങ് ഉള്ള ഒരു 1 ടൈം വാച്ചബിൾ മൂവി. അതാണ് അയാം കാതലൻ.